നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് ആലോചിച്ച് തന്നെ എന്നും കരഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് നമുക്ക് ഒരാളും വരില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഒന്ന് നേരത്തെ എഴുന്നേറ്റ് തുടങ്ങുക എന്നുള്ളതാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ വെളുപ്പിനെ ഒരു 5 മണിക്കെങ്കിലും അല്ലെങ്കിൽ 5:30 അതിൽ കൂടുതൽ പോയിട്ട് കാര്യമില്ല. ആ ഒരു സമയത്ത് എഴുന്നേറ്റിട്ട് ഇപ്പോൾ ഒരു റിലീജിയസ് പരമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ വിളക്കൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ രീതിയിൽ വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, അഫർമേഷൻസ് എഴുതാം. ഇത് ഭയങ്കരമായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കും. നമ്മുടെ മൈൻഡ് സെറ്റിൽ ചേഞ്ച് ഉണ്ടാക്കും, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാക്കും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും കേട്ടോ. ഈ എഴുന്നേറ്റ ഉടനെ ഓടിപ്പോയി അടുക്കളയിൽ ചെന്ന് ജോലി ചെയ്യുന്നതല്ല ഒരു പെണ്ണിൻ്റെ യഥാർത്ഥ കർത്തവ്യം എന്നുള്ളത് എൻ്റെ കുറേ മുന്നേ ഉള്ള വർഷങ്ങളിലുള്ള ഒരു റൂട്ടീൻ അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ മെൻ്റലി ഒട്ടും അതിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് ഈ മെഡിറ്റേഷനൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് വേണ്ടി കുറച്ച് സമയം ഞാൻ കണ്ടെത്തണം എന്നുള്ളത്. അതായത് എഴുന്നേറ്റ ഉടനെ ഈ അടുക്കളയിലോട്ട് പോയി കുക്ക് ചെയ്യുന്നത്, എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നുള്ള ആ ഒരു സമയം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ അത് നമ്മുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്കൊരു അവസരം അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലേറ്റർ ഓൺ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ ആ മെഡിറ്റേഷനിൽ പഠിച്ചതുപോലെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എഴുന്നേറ്റ ഉടനെ എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അതെനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിലുണ്ടാക്കി. എൻ്റെ ചിന്താരീതിയിലും എനിക്ക് എൻ്റെ ലൈഫിൽ, അതായത് ഇപ്പോൾ ഒരു കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും അത് എൻ്റെ മക്കൾക്കും ഗുണപരമായിട്ട് ഒരുപാട് രീതിയിൽ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ചിന്തകളെ തന്നെ അത് മാറ്റിമറിക്കും. നമുക്ക് ഒത്തിരി ചേഞ്ചസ് നമ്മുടെ എല്ലാ ഏരിയാസിലും നമുക്ക് തന്നെ ഫീൽ ചെയ്യും, നമുക്ക് ചേഞ്ചസ് വന്നു അല്ലെങ്കിൽ വരണം എന്നുള്ള ആ ഒരു ഫീല് നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ട് വിളക്ക് വെച്ച് അല്ലെങ്കിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് മെഡിറ്റേഷന് പരമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും മെഡിറ്റേഷൻ്റെ ആ കൂടെ തന്നെ നമുക്ക് കൂട്ടാവുന്നത് തന്നെയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കണ്ണടച്ച് ധ്യാനിക്കുന്നതോ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു കാര്യവും നമ്മളുടെ സെൽഫ് ഗ്രോത്തിനായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതല്ലെങ്കിൽ ഇപ്പം നമ്മൾ എഴുന്നേറ്റ് നാമം ജപിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ അത് മെഡിറ്റേഷനായിട്ട് കൂട്ടി അഫർമേഷൻസ് ഒക്കെ എഴുതാവോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കുകയൊന്നും വേണ്ട, അതും നമുക്ക് ഈ കൂടെ കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ.